കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ചൊവ്വാഴ്ച വൈകുന്നേരമാണ് വീണ്ടും അപകടമുണ്ടായത്. ഞായറാഴ്ച അപകടത്തിൽപ്പെട്ട ലോറിക്ക് പിന്നിൽ വീണ്ടും 8 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു കാറിലുണ്ടായിരുന്ന സ്ത്രീക്കും കുട്ടിക്കുമാണ് പരിക്കേറ്റത്. ഞായറാഴ്ച അപകടമുണ്ടാക്കിയ ചരക്ക് ലോറി സംഭവസ്ഥലത്ത് നിന്ന് മാറ്റിയിരുന്നില്ല. വളാഞ്ചേരി ഭാഗത്തു നിന്നെത്തിയ ഒരു വാഹനം ഈ ലോറിക്ക് പിന്നിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതോടെ ഒന്നിനു പുറകെ ഒന്നായി 8 വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. ഒന്നിലധികം കാറുകളും ഒരു ഫോർച്യൂണർ, ഇന്നോവ ക്രിസ്റ്റ എന്നീ വാഹനങ്ങളും കൂട്ടിയിടിച്ചു. അപകടത്തിൽപ്പെട്ട ഇഗ്നിസ് കാറിലുണ്ടായിരുന്ന സ്ത്രീക്കും കുട്ടിക്കുമാണ് പരിക്കേറ്റത്. ഇവരെ തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച വൈകുന്നേരവും സ്ഥലത്ത് വാഹനങ്ങളുടെ കൂട്ടയിടി നടന്നിരുന്നു. അന്ന് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി മീഡിയനിൽ ഇടിക്കുകയും അതിനു പിന്നിലായി മറ്റു 8ഓളം വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയുമായിരുന്നു. ബാക്കി വാഹനങ്ങൾ മാറ്റിയപ്പോഴും ചരക്ക് ലോറി സ്ഥലത്തു നിന്ന് മാറ്റിയിരുന്നില്ല. ഇതാണ് പുതിയ അപകടത്തിന് വഴിവെച്ചത്. അപകട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊതുവെ ഇപ്പോൾ ലൈറ്റുകളോ സംവിധാനങ്ങളോ ഒന്നും ഇല്ലണോ, സ്പീഡ് കാര്യങ്ങൾ ഇതൊന്നും ഒരു നിയന്ത്രിക്കുന്ന സംവിധാന ബോർഡുകളോ ഒന്നും ഇല്ല. അതേപോലെ തന്നെ ഇന്നലെയും 10ഓളം വണ്ടികൾ ഇടിച്ചു. ഇന്നിപ്പോൾ അതേമാതിരി തന്നെ ഒരു ലോറി ഇന്നലെ ഇടിച്ച വണ്ടി മാറ്റിയിരുന്നില്ല. അപ്പോൾ അതവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടിയും വന്നപ്പോൾ ഫ്രണ്ടിൽ വന്ന് വണ്ടി ഇടിച്ചു, ചവിട്ടി. അപ്പോൾ അവർ അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് 10ഓളം വാഹനങ്ങൾ വേറെയും വന്ന് ഇടിച്ചിട്ടുണ്ട്. ഒരു കുട്ടിക്കും ഒരു സ്ത്രീക്കും ഒരു നിസ്സാര പരിക്കുകളെ ഹോസ്പിറ്റലിൽ മാറ്റിയിട്ടുണ്ട്. വലിയ ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ല. ഇടിച്ച വണ്ടി ഇന്നലെ ലോറി അവിടെ നിന്ന് മാറ്റാത്തതുകൊണ്ടാണ് ഇന്ന് അതിന്റെ ബാക്കിൽ വന്നൊരു കാറിന്റെ ചവിട്ടി അതിന്റെ തൊട്ട് പിന്നിൽ നിരവധി വാഹനങ്ങൾ വന്ന് കൂട്ടിയിടിക്കുകയായിരുന്നു. സിഗ്നല് അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു സിഗ്നലോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവിടെ. ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,